കാലവർഷം ശക്തിപ്പെടുകയാണ്. ഇന്ന് മാത്രം 8 മരണങ്ങളാണ് മഴക്കെടുതി മൂലം ഉണ്ടായത്. എന്നാൽ പതിവ് പോലെ ജനങ്ങൾ ആശങ്ക സൃഷ്ടിക്കുന്ന നടപടികളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ജനങ്ങൾ ദുരിതം അനുഭവിക്കുമ്പോൾ രാഷ്ട്രീയം പറയുകയല്ല, പക്ഷേ ഈ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയില്ലെങ്കിൽ അത് ഗുരുതര പ്രത്യാഘാതങ്ങളിലേക്ക് പോകും. 2018 മഹാപ്രളയവും വയനാട് ദുരന്തവും എല്ലാം നമ്മുടെ കൺമുന്നിൽ ദുരനുഭവമായി നിൽക്കുമ്പോൾ അത്തരം അവസ്ഥകൾ ഇനി ഉണ്ടാകാതിരിക്കാൻ സംസ്ഥാന സർക്കാർ യാതൊരു മുൻകരുതലുകളും സ്വീകരിക്കുന്നില്ല എന്നത് ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. നിലവിൽ കേരളത്തിലെ ഡാമുകളിൽ റൂൾ കർവ് പ്രകാരം വേണ്ട ജലത്തിന്റെ 3 ഇരട്ടി ജലമാണ് ഉള്ളത്. ഡാം മാനേജ്മെന്റിൽ വലിയ പരാജയമാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത്. സമാന സ്ഥിതിയിലായിരുന്നു 2018 കാര്യവും. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് മഴക്കാല പൂർവ്വ ശുചീകരണവും മുന്നൊരുക്കങ്ങളും നടത്തുന്നതിൽ കേരളം വീഴ്ച വരുത്തിയതിന്റെ തെളിവാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജനങ്ങൾ അനുഭവിക്കുന്നത്. സംസ്ഥാനത്തെ നഗരങ്ങൾ മുഴുവൻ വെള്ളക്കെട്ടായി മാറുകയാണ്. PWD റോഡുകൾ താറുമാറായി. കോടതി പോലും സംസ്ഥാന സർക്കാരിനെ ഈ വിഷയത്തിൽ ശകാരിച്ചു. അപകട സാധ്യതയുള്ള മരങ്ങൾ കണ്ടെത്തി മുറിച്ച് മാറ്റുന്ന നടപടി മുൻകൂട്ടി സ്വീകരിക്കുന്നതിന്റെ പരിണിത ഫലമാണ് റെയിൽവേ അതുപോലെ റോഡ് ഗതാഗതങ്ങളിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടത്. ഇതേ പ്രശ്നം തന്നെയാണ് KSEBയും നേരിട്ടത്. മരങ്ങൾ വീണതിനെ തുടർന്ന് 10,000-ത്തിലധികം ഇലക്ട്രിക് പോസ്റ്റുകളാണ് തകർന്നത്. മറിഞ്ഞു വീണ ഭൂരിഭാഗം മരങ്ങളും മഴയ്ക്ക് മുൻപേ മുറിച്ചു മാറ്റാൻ കഴിയുന്നതായിരുന്നു. എന്നാൽ ഏകോപനമില്ലാത്ത കാര്യങ്ങളെ കൂടുതൽ അവതാളത്തിലാക്കിയിരിക്കുന്നു. മഴ അലേർട്ട് നൽകുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകുകയും 1 മണിക്കൂർ നീളുന്ന വാർത്താ സമ്മേളനം നടത്തുകയുമല്ലാതെ കാലവർഷത്തെ നേരിടാൻ യാതൊരു മുന്നൊരുക്കങ്ങളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും സ്വീകരിച്ചിട്ടില്ല. PM ആവാസ് യോജന അടക്കമുള്ള കേന്ദ്ര പദ്ധതികൾ CPM അട്ടിമറിച്ചതോടെ നിരവധി നിർധരരാണ് സുരക്ഷിതമായ വീടില്ലാതെ ഈ മഴയിൽ ആശങ്കപ്പെട്ടിരിക്കുന്നത്. ഇടുക്കിയിൽ ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ ലൈഫ് മിഷൻ പദ്ധതിയിൽ നിർമ്മിച്ച ഫ്ളാറ്റുകളുടെ മേൽക്കൂരയും ഭിത്തിയും ഇളകി വീണ് ചോർന്നിരിക്കുകയാണ്. ഇവിടെ കഴിയുന്ന ജനങ്ങളും ആശങ്കയിലാണ്. സുരക്ഷിതമല്ലാത്ത ഫ്ളാറ്റുകളിൽ കഴിയാൻ പേടിയാണ് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. 2018 അർദ്ധരാത്രിയിൽ അറിയിപ്പ് നൽകി ജനങ്ങളെ വെള്ളത്തിൽ മുക്കാതെ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. BJPയുടെ പഞ്ചായത്ത് ജില്ലാ തലത്തിലുള്ള പ്രവർത്തകരോട് ദുരിത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായം എത്തിക്കാൻ ആവശ്യമായതെല്ലാം തന്നെ ചെയ്യാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് സഹായമായി BJP പ്രവർത്തകർ പൂർണ്ണമായും സേവന സജ്ജരായി രംഗത്തുണ്ടാകും. ദുരന്ത നിവാരണ ഫണ്ടിലെ കേന്ദ്ര സഹായം ജനങ്ങൾക്ക് കൈമാറാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണം. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ് ദുരിതാശ്വാസ ഫണ്ട് എന്ന് സംസ്ഥാന സർക്കാർ മറന്നു പോകുന്നു എന്ന് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. അതേസമയം മനുഷ്യന് ഭീഷണിയാവുന്ന വന്യമൃഗങ്ങളെ കൊല്ലാൻ കേന്ദ്ര സർക്കാർ അനുമതി തേടാനുള്ള സംസ്ഥാന മന്ത്രാലയങ്ങളുടെ തീരുമാനം ഇരട്ടത്താപ്പാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന പല പദ്ധതികളും സംസ്ഥാനത്ത് നടപ്പാവുന്നില്ല. CAG റിപ്പോർട്ടിൽ തന്നെ ഇത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സ്വന്തം വീഴ്ച മറന്നുകൊണ്ട് കേന്ദ്രത്തെ പതിവ് പോലെ തന്നെ പഴി പറഞ്ഞ് തടി തപ്പാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. മലയോര വനങ്ങളിൽ കഴിയുന്ന ജനങ്ങളുടെ ആശങ്കയ്ക്ക് പരിഹാരം കാണാതെ കേരള സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണ്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ മനുഷ്യ വന്യജീവി സംഘർഷം നേരിടുന്നതിന് മതിയായ പദ്ധതികളും നിർദ്ദേശങ്ങളും കേന്ദ്രം നൽകിയിട്ടുണ്ട്. ഇത് നടപ്പാക്കാത്തത് പലപ്പോഴും പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് വഴിവെച്ചു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഇപ്പോൾ തന്നെ അധികാരമുണ്ട്. കൃഷിനാശം ഉണ്ടാക്കുന്ന കാട്ടുപന്നികളുടെ കാര്യത്തിൽ ഈ അധികാരം പഞ്ചായത്ത് പ്രസിഡന്റിന് പോലും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാരിന് ഉണ്ടായ വീഴ്ച മറച്ചു വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത്.
ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് തടയാൻ വൈദ്യുത വേലികളും കിടങ്ങുകളും നിർമ്മിക്കുന്നതിലും അവയുടെ പരിപാലനത്തിലും സർക്കാരിന് ഗൗരവമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. വന്യജീവി പ്രശ്നം നേരിടുന്ന മേഖലകളിൽ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാനും നടപടികൾ സ്വീകരിക്കാനും ജില്ലകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക സമിതികൾ രൂപീകരിക്കണമെന്നും എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര വന പരിസ്ഥിതി മന്ത്രാലയം 2021 നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ കേരളം കാര്യക്ഷമമായി ഇടപെടൽ നടത്തിയിട്ടില്ല. ഭൂരിഭാഗമിടത്തും സോളാർ വൈദ്യുത വേലി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെന്ന് CAG റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പ്രൊജക്ട് എലിഫന്റ്, പ്രൊജക്ട് ടൈഗർ എന്നീ പദ്ധതികളിലൂടെ കിടങ്ങുകളും വൈദ്യുത വേലികളും സ്ഥാപിക്കാൻ അനുവാദം നൽകിയിട്ടുണ്ട്. അതിനാവശ്യമായ തുകയും നൽകിയിട്ടുണ്ട്. മൂന്നാർ ചിന്നക്കനാൽ സോളാർ വൈദ്യുത വേലി സ്ഥാപിക്കാൻ 3.93 കോടി രൂപ കേന്ദ്രം അനുവദിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിനൊരു ഉദാഹരണം പറയാൻ. 1.93 കോടി രൂപ കേന്ദ്രം അനുവദിച്ചിട്ടുണ്ട് എന്നത് ഇതിന് ഉദാഹരണമാണ്. വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതെ അവയുടെ ആവാസത്തിൽ തന്നെ വെള്ളവും ഭക്ഷണവും ലഭ്യമാക്കണമെന്ന് കേന്ദ്ര നിർദ്ദേശം സംസ്ഥാനത്തെ വനം വകുപ്പ് പലപ്പോഴും പാലിക്കുന്നില്ല. കേരളത്തിലെ വനഭൂമി KSEB ഉൾപ്പെടെയുള്ള സർക്കാർ സ്ഥാപനങ്ങൾ പോലും കയ്യേറി ഉപയോഗിക്കുന്നതും വലിയ അളവിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇതോടെയാണ് ജനവാസ മേഖലയിലേക്ക് വന്യജീവികൾ ഇറങ്ങി തുടങ്ങിയത്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഇത്തരം വീഴ്ചകൾ മറച്ചുവെച്ചാണ് ഇപ്പോൾ കേന്ദ്രത്തിന് കത്തയച്ചിരിക്കുന്നത്. പ്രൊജക്ട് ടൈഗർ, പ്രൊജക്ട് എലിഫന്റ് എന്നീ പദ്ധതികളിലൂടെ 86 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത്. എന്നാൽ വന്യജീവി ആക്രമണം ഉണ്ടായാൽ കർഷകന് ലഭിക്കേണ്ട നഷ്ടപരിഹാരം 24 മണിക്കൂറിനുള്ളിൽ നൽകണമെന്ന് കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ ഇത് ഒരിക്കലും പാലിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. കൃഷിനാശം ഉണ്ടായാൽ പലവിധ സർട്ടിഫിക്കറ്റുകൾ സർക്കാർ ഓഫീസുകളിൽ കാണിച്ച് കയറി ഇറങ്ങേണ്ട അവസ്ഥയാണ് കേരളത്തിലെ കർഷകർക്ക് ഇപ്പോൾ ഉള്ളത്. ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങൾ പാമ്പുകടിയേറ്റ് മരിക്കുന്നവരെ പോലും വന്യജീവി ആക്രമണമായി കണക്കാക്കുന്നുണ്ട്. മരണപ്പെടുന്നവർക്ക് 4 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരമായി നൽകുന്നുണ്ട്. ഇത്തരം യാഥാർത്ഥ്യവും സ്വന്തം പരാജയവും മറച്ചുവെച്ച് പതിവ് പോലെ പഴിചാരാനാണ് പിണറായി വിജയൻ സർക്കാരിന്റെ ശ്രമം. കേന്ദ്ര സർക്കാരും BJPയും വന്യമൃഗ പ്രശ്നങ്ങളിൽ ദുരിതം നേരിടുന്ന ജനങ്ങൾക്കൊപ്പം തന്നെയാണ്. ദുരിതം അനുഭവിക്കുന്ന സാധാരണക്കാരെയും കർഷകരെയും കണ്ടില്ലെന്ന് നടിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നടപടികൾ കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. സംസ്ഥാന സർക്കാരിന്റെ ഇരട്ടത്താപ്പിനെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധവും BJP സംഘടിപ്പിക്കുന്നുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു.